സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവിന്റെ സുന്നത്ത്, ആ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ എടുക്കേണ്ടത് അവിടുത്തെ പിൻപറ്റിയിട്ടാണല്ലോ. അത് കൈവച്ചിട്ട് ഏതോ ഇംഗ്ലീഷുകാരനെയോ ഏതോ മതക്കാരനെയോ ആചാരപ്രകാരം നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് കഴുത്തിൽ കൊണ്ടുപോയി മാല ചാർത്തുന്നവനായ, മാല ചാർത്താൻ കഴുത്ത് വെച്ചു കൊടുക്കുന്ന പെങ്ങളായ ഏതോ മതക്കാരനെയോ ഏതോ പാശ്ചാത്യ ചിന്തക്കാരനെയോ ആചാരം കണ്ടിട്ട് കൈ നീട്ടി കൊടുത്തിട്ട് കൈയിന്റെ മേലെ മോതിരം ധരിപ്പിക്കുന്നവളായ കണ്ടിട്ടപ്പെടുമ്പോഴേക്ക് വായിൽ ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് അന്യ പുരുഷനായി ചെറുപ്പക്കാരൻ അവളെ വായിൽ കിടക്കുന്ന ചോക്ലേറ്റ് കടിച്ചെടുക്കുന്നത് നോക്കിയിട്ട് വീഡിയോ പിടിപ്പിക്കുന്ന മുസ്ലിമായ, അതിന് മടിയില്ലാത്ത ചിന്തയില്ലാത്ത മുസ്ലിം നാമധാരികൾ നമ്മുടെ നാടുകളിലും കുടുംബങ്ങളിലും മുസ്ലിം നാമധാരികൾ അധികരിച്ചു വന്ന അള്ളാന്റെ ദിക്റിൽ നിന്ന് ഇത്തരം നിക്കാഹിന്റെ മേഖലകളിൽ പോലും അള്ളാന്റെ റസൂലിന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട വഴികളിൽ പോലും ഓ മുസ്ലിമേ, സുന്നത്തുകളെ വലിച്ചെറിഞ്ഞിട്ട് പാശ്ചാത്യം ചിന്തക്കാരന്റെ ആചാരങ്ങളിൽ ജീവിതത്തിൽ കോപ്പിയടിക്കുന്നവനായ വിവാഹ ജീവിതത്തിൽ ബറക്കത്ത് തരൽ ആരാണോ? ഇംഗ്ലീഷുകാരനാണോ? ഏതോ പാശ്ചാത്യം ചിന്തക്കാരനാണോ? ഏതോ മതക്കാരനാണോ? ഏതെങ്കിലും അത്തരം ആളുകളാണോ? അള്ളാന്റെ ഖുർആൻ പറയാണ് അവരുടെ ജീവിതത്തിൽ ടെൻഷൻ പിടിച്ച ജീവിതം തന്നെ. ആരുടെ ജീവിതത്തിലാണ് ഖുർആൻ പറഞ്ഞത്? വമൻ അഅറള അൻ ദിക്രി, എന്റെ ദിക്റിൽ നിന്ന് അകന്നു പോയാൽ, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവനായാൽ, റബ്ബിന്റെ സ്മരണയിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നവനായാൽ, റബ്ബിന്റെ സ്മരണകളോട് കൊഞ്ഞനം കിട്ടുന്ന മുസ്ലിമായാൽ, നല്ല തൊപ്പി ധരിച്ച ആചാര്യാണ്, നല്ല ചെരിയണിക്ക് നില മുണ്ടെടുത്ത ആചാര്യാണ്, നാട്ടിലെ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, നാട്ടിൽ നടക്കുന്ന സർവോപരി നന്മയുടെ നേതൃത്വമാണ്, എല്ലാ നന്മകളിലും മുൻപന്തിയിലാണ്. പക്ഷെ മകളെ വിവാഹത്തിന്റെ ദിവസം തോന്നിവാസം ചെയ്യുന്നതിന് മടിയില്ല. പാപ്പയായി പോയാൽ, ആങ്ങളമാരായി പോയാൽ, പെങ്ങന്മാരെ സ്റ്റേജിന്റെ മേലെ കയറ്റി ഡാൻസ് ചെയ്യിപ്പിക്കുന്നതിന് മടിയില്ലാത്ത ആങ്ങളമാര്, ദീന് പറയുന്നിടത്ത് ചങ്കുറപ്പില്ലാത്ത ആങ്ങളമാര് മാറിപ്പോയാൽ, ചെറുപ്പക്കാരാ, ചിലപ്പോ നിനക്ക് പണത്തിന്റെ ഊങ്ക് പറയാനുണ്ടാകാം, സാമ്പത്തിക പുരോഗതി പറയാനുണ്ടാകാം, നമ്മളെ ഉപ്പാപ്പമാർ അനുഭവിക്കാത്ത സുഖങ്ങൾ പറയാനുണ്ടാകാം, നമ്മളെ ഉമ്മാമ്മമാര് കാണാത്ത സുഖങ്ങൾ പറയാനുണ്ടാകാം, നമ്മളെ മുൻഗാമികൾ അനുഭവിക്കാത്ത സുഖങ്ങൾ പറയാനുണ്ടാകാം. മോനെ, ഒരു സെക്കൻഡ് അത് നിലനിർത്താനുള്ള അധികാരമോ കഴിവോ നിന്റെ കയ്യിൽ. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളൻകാ. വിവാഹം കഴിഞ്ഞിട്ട് 6 കൊല്ലായി മുസ്ലിയാരെ, വീട്ടില് 2 കുട്ടികളുണ്ട് മുസ്ലിയാരെ, അവക്ക് ഇപ്പൊ എന്നോട് ഇഷ്ടമില്ല എന്നാ പറയുന്നത്. എന്താ കാരണം എന്ന് ചോദിച്ചു നോക്കുമ്പോ അവക്ക് പറയാനുള്ള മറുപടി എന്താണ് എന്നറിയോ? എന്താണ് എന്നറിയില്ല, ഭർത്താവിനോട് സ്നേഹമില്ല എന്നാണ്. ഭർത്താവിനെ വിളിച്ച് ചോദിക്കുമ്പോ അയാള് പറയാണ്, എനിക്ക് സ്നേഹമില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള സ്നേഹം അവളെങ്ങനെയാണ് ചൊല്ലി? എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള സ്നേഹം അവളെങ്ങനെയാണ് പറയുള്ളൂ? എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹമാണ് അവളോട്. പക്ഷെ അവക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല. അവളാകട്ടെ കിട്ടുന്നത് മതിയാകുന്നില്ല, അല്ലെങ്കിലും അനുഭവിക്കുന്നതിൽ സുഖം കിട്ടുന്നില്ല. കാരണം എന്താണ് എന്നറിയോ? വിവാഹത്തിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാന്റെ ദിക്റിനെ പറഞ്ഞിട്ട് വിവാഹം കഴിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഉപ്പാ, നേതൃത്വം കൊടുത്ത ആചാര്യ, മറന്നു പോകണ്ട അള്ളാന്റെ ഖുർആനാണ്. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളൻകാ.
അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്. പേരോടിന്റെ മകന്റെ വകയിൽ ഉണ്ടാക്കിയ അറബി വചനല്ല. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ആലിമീങ്ങളുടെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള എന്റെ പ്രവർത്തകന്മാർ എന്നോട് പറഞ്ഞു, മഹാനായ സുൽത്താനുൽ ഉലമയാണ് ഇവിടുത്തെ ഖാദി എന്ന് പറഞ്ഞു. അല്ലാഹുവേ, അവിടത്തേക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനേ. അങ്ങനെ ഇന്ന് ജീവിക്കുന്ന ഏതെങ്കിലും ആലിമീകൾ അല്ലെങ്കിൽ ഏതെങ്കിലും സാദാത്തുകൾ ഏതെങ്കിലും സയ്യിദന്മാർ ഏതെങ്കിലും ആലിമീകൾ ഈ മുത്തഅല്ലിമിനെ പഠിപ്പിച്ചു തന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ആശയാണ് എന്ന് പറഞ്ഞു തന്നല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ വള്ളി പുള്ളിക്ക് മാറ്റമില്ലാതെ 1400 വർഷങ്ങളായി ഇന്ന് വരെ നിലനിൽക്കുന്ന ഇതുപോലുള്ള ഒരു ഗ്രന്ഥത്തെ ലോകത്തെ മറ്റൊന്ന് കാണിക്കാനില്ല. അതാണല്ലോ അള്ളാന്റെ കലാമായ ഖുർആൻ. ആ ഖുർആൻ നമ്മളോട് പറയാണ്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലൻകാ. നിങ്ങൾ ആലോചിച്ചത് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, അങ്ങനെ എന്റെ ദിക്റിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവനാണോ അവന് തീർച്ചയായും അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് അവന്റെ ജീവിതത്തിൽ അവൻ ടെൻഷനുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ചിലർക്ക് തോന്നും, വലിയ ഞാൻ എല്ലാ തോന്നിയ ദിവസവും കളിച്ചു, എന്റെ ഭാര്യക്ക് ഒരു കുഴപ്പമില്ലല്ലോ, ഞാൻ കളിച്ച കളി എന്റെ നാട്ടിൽ ആരും കളിച്ചിട്ടില്ല. മോനെ ഇപ്പല്ലെങ്കിൽ മരണത്തിന്റെ സമയത്തെങ്കിലും അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇസ്തിഗ്ഫാർ ചെയ്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ